Still we are in the first week of 2025. തീർച്ചയായിട്ടും പുതിയ വർഷത്ത് പല മാറ്റങ്ങളും ആഗ്രഹിക്കുന്നവരാണ് ഏകദേശം എല്ലാവരും. പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പറയാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഏതായിരുന്നാലും ഏത് ഓമന പേര് വെച്ച് വിളിക്കുകയാണെങ്കിലും ഇങ്ങനെ ചേഞ്ചസ് ആഗ്രഹിക്കുമ്പോൾ ആ ചേഞ്ചസ് ആ വർഷത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് പല കൂട്ടുകാരുടെയും പ്രശ്നമെന്നുള്ളത്. പല റിസർച്ചുകളും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എത്ര ഡെപ്തിലാണ് ചേഞ്ചസ് കൂട്ടുകാരുടെ ജീവിതത്തിൽ വരുന്നത് ഈവൻ ആഫ്റ്റർ മേക്കിംഗ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ളത്. സോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓൺലി 8%, അതായത് 8% കൂട്ടുകാർ മാത്രമാണ് അവരുടെ ലൈഫിൽ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ വന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന ചേഞ്ചസിൽ കൂടി ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൺലി 8%. 100 പേരുണ്ടെങ്കിൽ 8 പേർ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചേഞ്ചസ് ആഗ്രഹിച്ച് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ചേഞ്ചസ് ജീവിതത്തിൽ വരാതിരിക്കുന്നത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേത് കംഫർട്ടാണ്. കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. സോ ഇഫ് യു ആർ നോട്ട് ദാറ്റ് ചാലഞ്ച്ഡ്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ആ സോണിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. ഇഫ് യു ആർ ഗുഡ്, ഇഫ് നത്തിങ് ഈസ് ഗെറ്റിംഗ് ചാലഞ്ച്ഡ്, ദർ ഇസ് നോ വറി. ബട്ട് ഈ കംഫർട്ട് സോൺ എന്നുള്ള ഒരു കാര്യം എന്നുള്ളത് പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ, നമുക്ക് അറിയാതെ ഈ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന പോലത്തെ അവസ്ഥയാണ്. സിറ്റുവേഷൻ ആൻഡ് സറൗണ്ടിങ് വിൽ ചേഞ്ച്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ നിൽക്കാനാണ് സാധ്യത അല്ലെങ്കിൽ താല്പര്യമെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല കാര്യം. കാരണം എവറിത്തിങ് ചേഞ്ചസ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കും ചേഞ്ചസ് കൊണ്ടുവന്നില്ലെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ ഇറലവൻ്റ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നോക്കിയ, ബ്ലാക്ക്ബെറി പോലുള്ള വമ്പൻ കമ്പനികൾ അവരുടെ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ, ഈവൻ കൊഡാക് ക്യാമറാസ്, അതൊക്കെ എന്തുകൊണ്ടാണ് ഒരു സമയത്ത് മോണോപോളി ആയിരുന്നു, പക്ഷേ ഇന്ന് ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആണ്. സോ കംഫർട്ട് സോണാണ്. കംഫർട്ട് സോൺ എന്നുള്ളത് ഒരു ഡേഞ്ചറസ് സോൺ കൂടിയാണ്. ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് എവറിത്തിങ് ഫ്രം യുവർ ലൈഫ്, യുവർ കരിയർ ഫ്രം ദാറ്റ് സോൺ, പക്ഷേ നിങ്ങൾ ചേഞ്ച് ആകുന്നില്ലെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ. സോ കംഫർട്ട് സോൺ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അത് വരാതിരിക്കാൻ കാരണം. രണ്ടാമത്തത് ഫിയറാണ്, പേടിയാണ്. പേടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഓൾറെഡി കംഫർട്ട് സോണിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, ഒരു ജോലിയിലാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ സർട്ടൻ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുമായി മുന്നോട്ട് പോകുമ്പോൾ കൊണ്ടുവരുന്ന ചേഞ്ചസ് ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യും. ചില കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയോടൊപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാർ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ സമൂഹം എന്ത് കരുതും, കുടുംബക്കാരെന്ത് പറയും, വില്ലേജസ് എന്തൊക്കെ പറയും, അയൽക്കാരെന്ത് പറയും എന്നുള്ള ആ ഒരു പേടി വെച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ പേടിക്കുന്നവരുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പേടിയാവാം. അതും ഒരു സിറ്റുവേഷനാണ്. മൂന്നാമത്തത് ഒബ്വിയസ്ലി ലേസിനെസ്സാണ്, മടിയാണ്. സോ എക്സിസ്റ്റ് ചെയ്യുന്ന അതേ റിതം വെച്ച് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. കാരണം കാര്യമായി അപ്ഗ്രേഡോ ചേഞ്ചസോ കൊണ്ടുവരേണ്ടതില്ല. സെയിം സിറ്റുവേഷൻ, രാവിലെ എണീക്കുന്ന ടൈം, ചെയ്യുന്ന ജോലി, പഠിക്കുന്ന കോഴ്സ്, പഠിക്കുന്ന രീതി, സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, അതിനൊക്കെ കാര്യമായിട്ട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകും, ഡിഫോൾട്ട് മോഡിൽ പോകും. പക്ഷേ ഇഫ് യു വാണ്ട് ടു ബ്രിങ് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ യു ഹാവ് ടു പുട്ട് എഫേർട്ട്. നമ്മുടെ ഫിസിക്സിലെ നിയമം പോലെ, രണ്ടാമത്തെ നിയമമാണെന്ന് തോന്നുന്നു ന്യൂട്ടൻ്റെ, ടു മേക്ക് ചേഞ്ച് യു ഹാവ് ടു പുട്ട് പ്രോആക്റ്റീവ് എഫേർട്സ്. അങ്ങനെ പ്രോആക്റ്റീവായ എഫേർട്സ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, പണിയെടുക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള ഒരു കാര്യം
വരുമ്പോൾ പല കൂട്ടുകാരും പിന്നോട്ട് പോകാറാണ് പതിവ്. ഇത് പലപ്പോഴും ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കും. ചേഞ്ചസ് മീൻസ് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാതിരിക്കും. സോ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും ന്യൂ ഇയർ റെസൊല്യൂഷനിൽ കൂടി ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിച്ചാൽ പോലും വരാതിരിക്കാനുള്ള കാരണം. ആദ്യത്തേത് ഒബ്വിയസ്ലി നിങ്ങളുടെ ഇതാണ്, കംഫർട്ട് സോണാണ്. രണ്ടാമത്തേത് ഫിയർ, പേടിയാണ്. മൂന്നാമത്തേത് ലേസിനെസ്, മടിയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ മോർണിംഗ് വാക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒബ്വിയസ്ലി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കരുത്.